നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 23 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. ദിവസത്തിന്റെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുമെങ്കിലും ഉച്ച കഴിയുമ്പോൾ അലസത അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ പണനഷ്ടത്തിനും അപവാദങ്ങൾക്കും കാരണമായേക്കാം എന്നതിനാൽ ജാഗ്രത വേണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആരോഗ്യപരമായ പുരോഗതി കൈവരുന്ന ദിവസമാണിത്. രോഗാതി ദുരിതങ്ങൾക്ക് ശമനം ലഭിക്കും. ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് അനുകൂല ഫലം പ്രതീക്ഷിക്കാം. സത്പ്രവർത്തികൾ വഴി സമൂഹത്തിൽ നല്ല പേര് കേൾപ്പിക്കാൻ സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. രാവിലെ സർവകാര്യ വിജയം അനുഭവപ്പെടുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഒരു സമ്മിശ്ര ഫലമാണ് ഈ രാശിക്കാർക്ക് ഇന്ന് കാണുന്നത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തോടൊപ്പം മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ആത്മാർത്ഥമായ പരിശ്രമം ഏത് കാര്യത്തിലും വിജയം ഉറപ്പാക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്ന ശുഭദിനമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ അലച്ചിലും ഭാഗ്യക്കുറവും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സാഹചര്യം അനുകൂലമായി മാറും. തടസ്സപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കാനും വിജയത്തിലെത്തിക്കാനും സാധിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ആമാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. രേഖകളിൽ ഒപ്പിടുമ്പോൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പാലിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ്സിൽ വിജയവും സാമ്പത്തിക നേട്ടവും ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ലഭിക്കും. എന്നാൽ ഉച്ച കഴിയുമ്പോൾ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ അലട്ടിയേക്കാം. കൃത്യസമയത്ത് വിശ്രമം എടുക്കുന്നത് നന്നായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബ സൗഖ്യവും ബന്ധുജനങ്ങളിൽ നിന്ന് സഹായങ്ങളും ലഭിക്കുന്ന ദിവസമാണ്. സൈനിക സേവനത്തിലും രാഷ്ട്രീയത്തിലും ഉള്ളവർക്ക് ശത്രുശല്യം കുറയുന്നതിനാൽ ആശ്വാസം ലഭിക്കും. സാമ്പത്തികമായ നേട്ടങ്ങളും തൊഴിൽപരമായ വിജയവും ഈ രാശിക്കാർക്ക് ഇന്ന് അനുകൂലമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. തൊഴിൽപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കുന്നത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. തലസംബന്ധമായ രോഗങ്ങളോ നാഡീവ്യൂഹ സംബന്ധമായ അസ്വസ്ഥതകളോ അലട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ പക്വത കാണിക്കുന്നത് ഗുണകരമാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശരീരത്തിന് ക്ഷീണവും രോഗാവസ്ഥകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾ അലട്ടുന്നതിനാൽ ചെലവുകൾ പരിമിതപ്പെടുത്തണം. സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സ്ഥാനമാനങ്ങൾ തേടിയെത്തുന്ന ദിവസമാണിത്. ആരോഗ്യവും ദാമ്പത്യ സൗഖ്യവും വർദ്ധിക്കും. കലാകാരന്മാർക്ക് അവാർഡുകളോ പാരിതോഷികങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. നല്ല സുഹൃത്തുക്കളുടെ സഹായം പല കാര്യങ്ങളിലും ഗുണകരമാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ നിന്ന് വലിയ സഹായ സഹകരണങ്ങൾ ലഭിക്കും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും കീർത്തി വർദ്ധിക്കുകയും ചെയ്യും. പുതിയ പരിചയങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഈ ദിവസം വഴിതെളിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.